ഹലോ നിസാറേ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലാണ്. ഇവിടെ സാധാരണ നമ്മൾ പുതിയ പ്രൊജക്റ്റുകളാണ് എപ്പോഴും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി വെച്ച സോളാറിൽ വന്ന പ്രോബ്ലംസുകളും അതിൻ്റെ റെക്ടിഫിക്കേഷൻസും നമ്മളിതിനെ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഇവരോട് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണാം. നമ്മൾ പല ആളുകൾക്കും ഇതുപോലത്തെ പ്രോജക്റ്റുകൾ വെച്ചിട്ട് കംപ്ലൈൻസ് കാര്യങ്ങളും വന്ന് പ്രോപ്പറായിട്ട് സർവീസ് കിട്ടാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ആരും മെയിൻറ്റെയിൻ ചെയ്യാതെ ഇത് ഫ്ലോപ്പായി പോയതൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ടിപ്സും കാര്യങ്ങളും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും വരുന്നത്, എവിടൊക്കെയാണ് ഇതിൻ്റെ സംഗതികൾ ഇരിക്കുന്നതെന്നുള്ളതെല്ലാം നമ്മൾ തന്നെ ഇവിടെ വിശദീകരിക്കുന്നതാണ്. ആഫ്റ്റർ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ DB റൂം നമുക്ക് ആദ്യം നോക്കാം, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ DB റൂമിൻ്റെ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ DB റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. DB റൂം എന്ന് പറഞ്ഞത് കുറെ കൂടിയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നമ്മളത് ഒഴിവാക്കിയിട്ടാണ് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഫ്രഷായി ഇവിടെ പെയിന്റ് അടിച്ച് അടിയിൽ ആന്റി സ്റ്റാറ്റിക് മാറ്റ് വിരിച്ച് പ്രോപ്പറായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററി ഒക്കെ കൂടുതൽ ബാക്കപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇവിടെയാണ് നമ്മളെ കംപ്ലീറ്റ് പവർ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ വരുന്നത്. ഇതൊക്കെ സെപ്പറേറ്റ് ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുന്ന മേഖലയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ മൊത്തം മാറ്റിയിട്ട് ഫുള്ളായിട്ട് ഒരു സിംഗിൾ ബോർഡിലോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. നമ്മുടെ മുകളിലിരിക്കുന്ന ഇൻവെർട്ടർ, അതേപോലെ തന്നെ താഴത്തിരിക്കുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ എല്ലാം തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് ഇവിടെ ഹൈബ്രിഡ് 52 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റം, അതായത് 40 കിലോവാട്ടിന്റെ ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റവും 12 കിലോവാട്ടിൽ ഓഫ് ഗ്രിഡ് ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ ഈ ഒരു ചുമരും കാര്യങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇൻസ്പെക്ടറേറ്റ് ഇലക്ട്രിക്കൽ സേഫ്റ്റി കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിന്റെ വലിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇനി കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ ഇത് നമുക്ക് അടുത്തായിട്ട് കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നിലവിലുള്ള പഴയ ഇൻവെർട്ടേഴ്സ് എവിടെയൊക്കെ ഉള്ളത്, മീറ്റർ എവിടെയൊക്കെ ഉള്ളതല്ലേ, നമുക്ക് അതും കൂടി ഒന്ന് പോയി കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഇവർ വെച്ചിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ എടുത്തെത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇത് കോണിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു തമ്പടിച്ചിട്ട് ചെയ്തിരിക്കുകയാണ്, പവർ അങ്ങോട്ട് എത്തിക്കാനൊക്കെ ഉള്ള പ്രയാസം മൂലം. പക്ഷെ നമുക്ക് ഇങ്ങനൊരു കണ്ടീഷനിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അൺസേഫ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും പിന്നെ നല്ലത് പവർ റൂമിൽ തന്നെ വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ സിസ്റ്റമൊക്കെ ഞങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്യണമെന്നുള്ള പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇത്രയും ബാറ്ററികൾ ഇങ്ങനൊരു പിന്നെ സ്റ്റോറേജ് കിട്ടുന്ന ആകെ 48 വോൾട്ടിൽ കുറഞ്ഞ ബാക്കപ്പ് ഉള്ളൂ. അതേ സമയത്ത് നമ്മൾ ഇനി ഒരു ലിഥിയം അയൺ ബാറ്ററിയിൽ പിന്നെ ഇത്രയും സംഗതി ചെയ്യണമെങ്കിൽ ഏകദേശം 4 ബാറ്ററി മതി. 4 ബാറ്ററി ഈ ഒരൊറ്റ സ്പേസും മതി. ഓക്കെ, ഇനി നമ്മൾ പിന്നെ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഈ DB ഇരിക്കുന്നത് ഇത് അവിടുന്ന് താഴോട്ട് വരുന്ന പവറാണ്. അതുപോലെ ഇവിടുന്ന് ഔട്ട് ചെയ്യുന്ന ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ പിന്നെ MCCB കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ DC സൈഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ AC MCB കൊടുത്തിട്ടുണ്ട്. SPD കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ഇതുകൊണ്ട് പറ്റില്ല. കാരണം ഇവിടെ കയറി വരാനൊക്കെ പ്രയാസമാണ്. അവിടെ ലോക്ക് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഈ സംഗതികളെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇലക്ട്രിക്കൽ റൂമിലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പാനലിൻ്റെ സൈഡ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത പോലെ പഴയ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് റീഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മളിവിടെ വെക്കാൻ പോണ ലൈറ്റിനിങ് അറസ്റ്റ് കിട്ടുക. ഇവിടെ കംപ്ലീറ്റ്ലി നിലവിൽ ലൈറ്റിനിങ് അറസ്റ്റ് വെക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് അവസാനം അവർ വെക്കാതെ വിട്ടുപോയി. അപ്പം നമ്മളിത് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് ഇതൊരു ESS ലൈറ്റിനിങ് അറസ്റ്റാണ്. 70 മീറ്റർ സറൗണ്ടിങ്ങിൽ ഇതിൻ്റെ പവർ കിട്ടുന്നത്. ഭയങ്കര വെയിറ്റാണ് ഈ സാധനം. ഇതാണ് നമ്മളിവിടെ ടോപ്പിൽ വെക്കാൻ പോകുന്ന ലൈറ്റിനിങ് അറസ്റ്റ്. ഓക്കെ, കണ്ടോ, നമ്മൾ ഇവിടുന്ന് സ്റ്റെയർ വന്ന് കയറി ഇവിടുന്ന് ഇതിൻ്റെ മുകളിലൂടെ 3 കയറി പുറത്തോട്ട് ചാടിയിട്ട് വേണം ഈ റൂഫിൻ്റെ മുകളിലേക്ക് കയറാൻ ആദ്യം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് നമ്മളിവിടെ നല്ലൊരു ലാഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല.
നമ്മളിതാ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾക്ക് സുഖമായിട്ട് എത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വലിയ ഗുണം. ഇനി ഇങ്ങോട്ട് ഇതാ വാക്കിംഗ് റാമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മൾ ചെയ്തതാണ്. മുമ്പ് ഉള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഫോട്ടോയിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇവിടെ കാണുന്ന ഓരോരോ കുറ്റികൾ കണ്ടില്ലേ, ഇത് നമ്മൾ അവർ പഴയ ലൈറ്റ്നിങ് അറസ്റ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലൈറ്റ്നിങ്ങിൻ്റെ കേബിളുകൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഇതിൽ കൂടെ തന്നെ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ കേബിൾസ് പാസ് ചെയ്യാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടാവുമ്പോൾ വലിയൊരു കോസ്റ്റിലേക്ക് പോകും. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു മാസ്റ്റർ ലൈറ്റിംഗ് അറസ്റ്റർ അവിടെ വലുതാക്കിയിട്ട് പൊന്തും ചെയ്യും. അറിയാലോ, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സാധനം ESS. അതോട് കൂടിയിട്ട് ഏകദേശം ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ പേടി വേണ്ട. അത്രയും സേഫ്റ്റിയാണ്. നമ്മൾ ഈ പാനലെല്ലാം സേഫായിട്ട് തന്നെ ഇരിക്കും. നിസാറേ, മുമ്പത്തെ ഇൻസ്റ്റാളേഷനിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്ന ക്ലാമ്പുകൾ. ഇത് നമ്മുടെ ഒന്നുക്കൊന്ന് പൈപ്പ് കട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്താണ്. ഇത് തുരുമ്പ് കണ്ടില്ലേ. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് നോക്കെ, ഈ ഒരു ഭാഗത്ത് പറയാൻ പറ്റും നമ്മളൊരു കട്ടറയിൽ അലുമിനിയം കട്ടറയിൽ ഉപയോഗിച്ചുകൊണ്ട്, തുരുമ്പൊടിക്കലും ഒരിക്കലും അലുമിനിയം കട്ടറയിൽ ഉപയോഗിച്ചുകൊണ്ട് റിവിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റിവിറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിലിക്കോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു ചെറിയ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ 10-ൻ്റെയും അങ്ങോട്ടെത്തുമ്പോൾ 5-ൻ്റെയും ഉള്ളത്. കാരണം അതിന് സ്ലോപ്പ് കുറച്ചും കൂടിയും കൂടുതൽ ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ പലപ്പോഴും നമ്മൾ വെള്ളം നിന്നിട്ട് ഇതിൻ്റെ അവിടെ വെള്ളം ചളിയും കെട്ടി നിന്നിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കുറയാനായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഓൾമോസ്റ്റ് കുറേ പാനലുകൾ അങ്ങനെ റെഡായിരുന്നു. അവിടെ നമ്മൾ ഇത്തരത്തിൽ ചരിച്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും ഇതിൻ്റെ ഓരോ സാധനങ്ങളുടെ തുരുമ്പ്. അങ്ങോട്ട് നോക്കൂ, അതിന് ചുട്ടിലോട്ട് കാണിച്ചു കൊടുത്ത് കണ്ടോ. അതേപോലെ തന്നെ പണ്ടത്തെ പാനലുകളാണ്, ഈ 250 വാട്ടിൻ്റെ പഴയ പാനലുകളാണുള്ളത്. ഇത് നമ്മളെന്തായാലും ഓൺ ഗ്രിഡിലോട്ട് എടുക്കുന്നില്ല. ഇത് ആദ്യം ഓൺ ഗ്രിഡിൽ ഉണ്ടായിരുന്നതാണ്. ഇത്തരം പാനലുകൾ നമ്മൾ ഓഫ് ഗ്രിഡ് ആയിട്ട് സെപ്പറേറ്റ് അവർക്ക് വേറെ ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമ്മൾ പുതിയ പാനൽ ഫ്രഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ, നേരത്തെ കാണിച്ച ലൈറ്റ്നിങ് അറസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളാണിത്. ഇതിങ്ങനെ മേലോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഈ ലൈറ്റ്നിങ് അറസ്റ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചവിട്ടി നടത്തം ശരിക്കും നമ്മുടെ സ്ട്രക്ചറിനെ, അതേപോലെ തന്നെ നമ്മുടെ ഈ റൂഫിംഗ് ഷീറ്റിനൊക്കെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വാക്കിംഗ് റാമ്പ്, FRP ആണിത്, അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് വരാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. FRP വാക്ക്വേ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി ഇത് കണക്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ കുറേ പണികൾ ബാക്കിയുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 4-5 ദിവസത്തോളമായി. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതുകൊണ്ട് കാണിച്ചതാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ പുതിയ പാനലുകൾ, ആ 250ൻ്റെ പാനലുകൾ റീപ്ലേസ് ചെയ്ത് പുതിയ പാനലുകൾ ആക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ നമ്മൾ ഇത് പഴയ പാനലുകളാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ച് വിടാനുള്ള പാനലുകളാണ്. കംപ്ലീറ്റ് ചളിയും അട്ടപ്പാറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്ന കാരണം കൊണ്ട് ഇത് മൊത്തത്തിൽ അട്ടപ്പാറും ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഈ സാർ നമ്മളെ മുമ്പ് വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു പാനലിൻ്റെ സൈഡിൽ കണ്ടോ ഇങ്ങനെ ഒരു ചളി കാണുന്നുണ്ടോ? കംപ്ലീറ്റ് ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? കാരണം ഇതിന് വിചാരിച്ച സ്ലോപ്പ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ വന്നിട്ട് നിൽക്കും. ഇങ്ങനെ വന്ന് നിൽക്കുന്ന വെള്ളത്തിൽ ചളി കൂടി നിന്ന് ഒട്ടി പിടിച്ചിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രോപ്പറായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിന് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരുന്നത് കൊണ്ടാണ് ഇതിൽ ഈ ഒരു കളർ ഉള്ളത്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. ഇനി ഇതിന് നമുക്ക് വെള്ളം പോകാനായിട്ട് അടുത്ത മെത്തേഡ് എന്താ വെച്ചാൽ വാട്ടർ ഡ്രെയിനിങ് ക്ലിപ്സ് ആണ്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വെള്ളം എന്ത് ചെയ്യാം, പുറത്തോട്ട് കളയാൻ പറ്റും. ഇത്തരത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറയുന്നത് മാത്രമല്ല, കാലക്രമേണ അവിടുത്തെ ഇത് ഹീറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിലിക്കോണിൻ്റെ ഒക്കെ ലൈഫ് കുറയും. അപ്പോൾ ആ സമയത്ത് ഇതിനുള്ളിലോട്ട് വെള്ളം കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കേബിൾ കണ്ടോ, ഇത് പലയിടത്തും ജോയിൻറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ കണക്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കാരണവശാലും ഇത്തരത്തിൽ ജോയിൻറ്റുകളൊന്നും ചെയ്തിട്ട് ആരും തന്നെ പ്രൊജക്റ്റ് ചെയ്യരുത്. കാരണം അതൊക്കെ കാലങ്ങളോളം അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലി ഇതിന് ഇൻസുലേഷൻ പോയി ഇവിടെ ടച്ചായിട്ട് ഷോക്കൊക്കെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ പൈപ്പുകൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറത്തോട്ട് അലക്ഷ്യമായിട്ട് ഇടലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് വളരെ അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഇവിടെ പാനലുകളൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. MC4 കടന്ന ഭാഗമാണത്. MC4 കടന്നിട്ട് ഇവിടെ കടന്ന് തുരുമ്പായിട്ടുള്ള ഭാഗമാണ്. ഇവിടെ ഓൾറെഡി ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇവിടെയാണ് MC4 ഇരുന്നിരുന്നത്. ആ ഭാഗം കണ്ടില്ലേ, കളർ മാറി തുരുമ്പായിട്ടുണ്ട്. ഇങ്ങനെ പല തരം മിസ്റ്റേക്കുകൾ ഈ ഒരു പാർട്ടിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിന് യൂസ് ചെയ്യുന്ന MC4 കണക്ടർ. നമ്മളെപ്പോഴും ക്വാളിറ്റി ഉള്ള MC4 കണക്ടേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10 വർഷം 15 വർഷം ഒന്നും ഇതിന് ലൈഫ് കിട്ടാണ്ട് പോകും. സാധാരണ കുറേ ആളുകൾ നമ്മൾ വിളിച്ചിട്ട് നിലവിൽ ചെയ്ത പ്രൊജക്റ്റുകൾ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല, കംപ്ലൈൻറ്റുകൾ പറയാറുണ്ട്. പലവർക്കും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് കിട്ടുന്നില്ല, സർവീസ് കിട്ടുന്നില്ല, നിങ്ങൾ സർവീസ് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാറുണ്ട്. അത്തരത്തിലൊരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി നിലവിൽ വെച്ച സിസ്റ്റം കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് ഫ്രഷാക്കി മാറ്റണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നതായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇത് ഒരു കാരണവശാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആണ് ഇതിന് ഇൻസ്റ്റലേഷൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിനെ റീസ്റ്റോർ ചെയ്യാന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ വന്നിട്ട് കംപ്ലീറ്റ്ലി ഇവിടുത്തെ പാനലുകളെല്ലാം ഡിസ്പാനൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണ്. ഇതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പുകളൊക്കെ നമ്മളെപ്പോഴും ISO പോളിക്യാപ്പ് ഐവറി പൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വയറുകൾക്ക് പിന്നെ കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പറായിട്ട് ഇത് ഫിക്സ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ മറ്റ് ഡിവൈസുകൾക്കും കംപ്ലൈൻറ്റുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചെയ്യണ പ്രോജക്റ്റുകളുടെ ഒരു 3 കൊല്ലം 4 കൊല്ലം ആയിട്ടുള്ളൂ. അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇങ്ങനെ തുരുമ്പുടിക്കും ഈ ചില പിന്നെ റൂഫിൻ്റെ മുകളിൽ ഈ ഒരു പിന്നെ നോർമൽ പൈപ്പ് ഇട്ട് ചെയ്താൽ. ഒരു കാരണവശാലും റൂഫിൻ്റെ മുകളിൽ ഡയറക്റ്റ് പൈപ്പ് ഇട്ട് ചെയ്യരുത്. പകരം അലുമിനിയം കട്ട്രയിൽ പോലുള്ള സംഗതികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ അത്തരം ചാനലുകൾ അടിച്ചിട്ടുണ്ട്. ഈ ചാനലുകളിലൊക്കെ പഴയതാണ് ഉണ്ടായിരുന്നത്. ഒരു തവണ അത് റീ ചെയ്തിട്ട് അലുമിനിയം കട്ട്രയിൽ ആക്കിയിട്ടതാണ്. പിന്നീട് അത് രണ്ടാമത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചാനൽ ത്രൂ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫോളോ അപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷ്ഡ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രൊജക്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഏത് തരത്തിലുള്ള പ്രോബ്ലംസുകളാണെങ്കിലും സോളാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീമിന് ഫ്രീ കൺസൾട്ടേഷൻ എന്തായാലും ഉണ്ടാവും.